വ്യൂവേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മളിന്ന് പ്രത്യേകിച്ച് വിളവെടുപ്പ് അങ്ങനത്തെ ഒന്നുമല്ല കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കോവക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന 2 തരം വിഭവങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ അത് വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ നമ്മളെ ചെടികൾക്കൊക്കെ നന്നായിട്ട് വളരാനൊക്കെ പിന്നെ ഒരു കീടശല്യമൊന്നും ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യണമെന്നും കൂടി ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ച് കറിവേപ്പിലയും അതേപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു ഉള്ളിയല്ല 2 ഉള്ളി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് കോവക്ക ഒരു ഉപ്പേരി വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ ടൈപ്പിൽ ഞാൻ വെക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഉള്ളി കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ. എനിക്ക് നല്ലോണം ഉള്ളി അല്ലാതൊക്കെ കോവക്ക വെച്ചാൽ അതങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഞാനിതാ ഒരു മുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കോവക്ക മാത്രമാണ് ഇതിലേക്ക് ടേസ്റ്റ് കിട്ടുക. ഇനി കുറേ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിയും കൂടെ ചേർക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. ഞാൻ ഈ ഒരു രീതിയിലാണ് കോവക്ക എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിതാ നമ്മൾ ചെറുതായിട്ട് കഴണില്ലാതെ അരിഞ്ഞെടുത്തിട്ടുള്ള കോവക്ക ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് അടച്ച് വെച്ച് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണതിന് കൂട്ടത്തിൽ ഉപ്പ് ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതേപോലെ കുറച്ച് ചിക്കൻ മസാല ഒക്കെ കൂടെ ചേർത്തിട്ട് നമ്മളെ കോവക്ക ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വെളിച്ചെണ്ണ കൊഴിച്ച് അതിലൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തുള്ള കറികളാണ് ഇന്ന്. കോവക്ക പൊരിച്ചതും അതേപോലെ കോവക്ക ഉപ്പേരിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതാ നല്ല സോഫ്റ്റായിട്ട് വാടി നല്ല കോവക്ക ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോണത് ഞാൻ ചെടികൾക്ക് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള മുളകെന്നൊക്കെ നമ്മൾ ഒത്തിരി മുളക് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ വലിയ മരങ്ങളായിക്കണേ. അപ്പോൾ ഇത് ചെറുതാവണ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ വെള്ള കുത്തുവാളായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെയും. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം മുളക് എടുക്കണമൊക്കെ കാണിച്ചല്ലോ. അത് ഈ ഒരു ഭാഗത്തുള്ള മുളകുകളൊക്കെ വലുതായതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആ ടൈമിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ വേസ്റ്റുകൾ, കിച്ചൺ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കും. അങ്ങനെ ഒരാഴ്ചയൊക്കെ കൂടുമ്പം ഇട്ട് വെച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ ഇട്ട് വെക്കും. ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ അത് ഇതേപോലെ എടുത്തിട്ട് ഒരു പഴയ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് വെള്ളവും ഈ വേസ്റ്റും കൂടെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇതിന് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിൽ ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് അതിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കപ്പിലാക്കിയിട്ട് ചെടികളെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ആ വേസ്റ്റ് ഒന്നും എടുത്ത് കളയാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ല റിസൾട്ടാണുള്ളത്. ചെടികൾക്കൊക്കെ നന്നായിട്ട് ഇതിൻ്റെ കീടശല്യം പോകാനും ചെടികൾ വളരാനും ഒക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.